ആദ്യം കുറച്ച് പഴം എടുക്കുക. പഴം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാം. ആ പഴം രണ്ടായിട്ട് കട്ട് ചെയ്യുക. പകുതി വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഒരു പാനിൽ നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് കുറച്ച് ചൂടായതിന് ശേഷം ഈ കട്ട് ചെയ്തിരിക്കുന്ന പഴം തിരിച്ചും മറിച്ചും ഇട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ശർക്കര ഒരു പാനിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അത് നന്നായിട്ട് പാനിയാക്കി എടുക്കുക. ആ ശർക്കര പാനിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇടുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. അത് ചെറിയ രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പഴം നന്നായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇളക്കി ആ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. കുറുകി വന്നതിന് ശേഷം അത് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് തണുക്കാൻ വെക്കുക. അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.